ഗൈസ്, അപ്പോൾ ഇന്നലെ നമ്മൾ ദുൽഖർ സൽമാൻ നായകനെത്തിയ കിങ് ഓഫ് കൊത്ത എന്നുള്ള സിനിമ റിലീസായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രണ്ടാമത്തെ ദിവസമായിരിക്കണം. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ദിവസത്തിൻ്റെ പ്രതികരണം നമുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു നോക്കാം. ആക്ഷൻ സീൻ അത് നല്ല രസമായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദുൽഖർ ഈ ഒരു രീതിയിലൊരു പടം കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് ഇങ്ങനെയാണെന്ന്. നല്ല ഒരു വ്യത്യസ്തമായിരുന്നു. പിന്നെ എന്താ പറയുക, കൊള്ളാം. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഒരു വ്യത്യസ്തത ഉണ്ട്, നന്നായിട്ടുണ്ട്. കാണാൻ കൊള്ളാം, അത്രേ ഉള്ളൂ ബ്രോ. കുഴപ്പമില്ല, ഒരു ആവറേജ് പടം നമുക്ക് എല്ലാവർക്കും കണ്ടിരിക്കാൻ പറ്റിയ പഴയ ടൈപ്പ് ഒരു സിനിമയാണ്. മീൻസ് നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള സിനിമയെക്കാളും ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു സിനിമയാണ്. ബെറ്റർ എന്നല്ല, മുമ്പ് കണ്ട ഒരു വൈബിലൊരു പടം. ദുൽഖർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. നെഗറ്റീവ് ചില സീൻസ് എടുത്ത് കളഞ്ഞാൽ ഓക്കെയാണ്, ചില സീൻസ് എടുത്ത് കളഞ്ഞാൽ സിനിമ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ബാക്കി കുറച്ച് ലെങ്ത് കൂടിപ്പോയി, അതിൻ്റെ മാത്രമായിട്ട് നെഗറ്റീവ് എനിക്ക് തോന്നിയുള്ളൂ. വേറെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പ്രത്യേക ഒരു ക്യാരക്ടറായിരുന്നു അടിപൊളിയായിരുന്നു. കുഴപ്പമൊന്നുമില്ല, റിവ്യൂ പറയുന്നത് അത്ര മോശമൊന്നുമല്ല, ഒരു ആവറേജ് പടം. ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല, കണ്ടിരിക്കാം. സെക്കൻഡ് ഹാഫ് ഒരിച്ചില്ല ലാഗ് ആയി. ഡി ക്യു കുറച്ചുകൂടെ ഒന്ന് മാസാക്കായിരുന്നു, പക്ഷെ കുഴപ്പമൊന്നുമില്ല. അതിന് മാത്രം മോശമൊന്നുമില്ല. നമ്മൾ ഒരുപാട് കമ്പയർ ചെയ്യാണ്ടിരിക്കുക, എല്ലാ പടവും അതിൻ്റെതായ ഡിഫറൻസ് ഉണ്ട്. പക്ഷെ പടം കണ്ടിരിക്കാൻ കുഴപ്പമൊന്നുമില്ല. ഒരു ക്ലീഷയായിട്ട് ഫീൽ ചെയ്ത് എക്സ്പെക്ട് ചെയ്ത് അത്രയും തോന്നിയില്ല. നല്ലതായിട്ട് ദുൽഖർ നന്നായിട്ട് പെർഫോം ചെയ്തു. പക്ഷേ പടം 3 മണിക്കൂർ വലിച്ചു കേട്ടിട്ടുണ്ടായിരുന്നു, 2.5 മണിക്കൂറാണ്. പിന്നെ ബ്രോ ഒരു ആവറേജ് മൂവിയാണ്. കുറ്റം പറയാന്ന് പറഞ്ഞാൽ ദുൽഖറിൻ്റെ പെർഫോമൻസ് നൈസാണ്, പക്ഷേ അവർ കാണിച്ച ഒരു ഹൈപ്പും കാര്യങ്ങളൊന്നും അത് കുറച്ച് ഓവറായെന്നേ ഉള്ളൂ, അല്ലാണ്ട് ഓക്കെയാണ്. കുഴപ്പമില്ലായിരുന്നു. ഞാൻ പ്രത്യേകിച്ചൊന്നും പ്രതീക്ഷിക്കാതെ വന്നാൽ കണ്ടേ, അതുകൊണ്ട് കാണാം. ദുൽഖറിൻ്റെ ആക്ടിങ് ഓക്കെയാണ്. ദുൽഖറിന് കിട്ടിയ സ്ക്രിപ്റ്റ് ദുൽഖർ ചെയ്തു. ഞാൻ അതിലൊന്നും അങ്ങനെ തിങ്ക് ചെയ്യാത്ത ഒരാളാണ്. മൂവി കാണുക, എൻജോയ് ചെയ്യുക, ദാറ്റ്സ് ഇറ്റ്. അത്യാവശ്യം കൊള്ളാം, കുഴപ്പമില്ല. ദുൽഖർ സെറ്റ്. നല്ല കഥയാണ്, കൊള്ളാം, സൂപ്പർ. സിനിമയിൽ കുറേ VFX ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, അല്ല പ്രത്യേകിച്ചൊന്നുമില്ല. പടം വലിയ ഹൈപ്പിനൊത്തൊന്നുമില്ല, ആവറേജാണ്, അത്രേ ഉള്ളൂ. പിന്നെ അതിൽ ചില ടെക്നിക്കൽ സൈഡൊക്കെ അത്യാവശ്യം നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ ഒരു ഭാഗത്ത് എഡിറ്റിൻ്റെത് മിസ്റ്റേക്കാണോ അതവർ അറിഞ്ഞുകൊണ്ട് ചെയ്താണോ എന്നറിയില്ല. ഇങ്ങനെ ഒരു ചില സീൻ ഇങ്ങനെ വന്നു പോകുന്നുണ്ട്, അത് പെട്ടെന്ന് ജമ്പായിട്ട് പോകുന്നുണ്ട്, അത്ര. പടം ആവറേജാണ്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് പ്രത്യേകിച്ച് അറിയില്ല, എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയില്ല, അത്രേ ഉള്ളൂ. അഭിനയം കുഴപ്പമില്ല, ഒരുവിധം അത്യാവശ്യം. കാണാൻ വന്നിട്ട് ആപ്പിൾ രാജുവിനെ കണ്ടിറങ്ങി. നീ സംഭവം എന്ന് വെച്ചാൽ ചേട്ടാ, ഇവന്മാർ ക്ലൈമാക്സ് റീഷൂട്ട് ചെയ്യുന്നതാണ് പറഞ്ഞത്, അതേപോലെ പടം മൊത്തം റീഷൂട്ട് ചെയ്തുകൂടായിരുന്നു. ഒരുമാതിരി ഈ ഇത്രയും ബാഡ് റിവ്യൂസ് ഒക്കെ എടുത്ത് വന്നപ്പോൾ തന്നെ നമുക്ക് എക്സ്പെക്റ്റേഷനൊക്കെ കുറഞ്ഞ് ആക്ച്വലി കുറച്ചെങ്കിലും ഇഷ്ടപ്പെടുമെന്ന് വിചാരിച്ചു. പക്ഷേ ഈ ഡയലോഗ്സ് ഒക്കെ കേട്ട് നമുക്ക് ഈ ട്രോളിലുള്ള മറ്റേ ഈ ഇടയ്ക്കൊരു സംഭവം ഉണ്ടായിരുന്നു, എൻ്റെ മോളുടെ പ്രധാനം വിളിക്കാൻ വന്നതാണ്, അതുപോലത്തെ ഡയലോഗൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഒരുമാതിരി നമുക്ക് എന്ന് വെച്ചാൽ ടെക്നിക്കൽ പെർഫെക്ഷൻ കൊണ്ട് മാത്രം ഒരു പടം വിജയിക്കില്ല എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് കിങ് ഓഫ് കൊത്ത. സ്റ്റോറിക്കും അതുപോലെ ക്യാരക്ടേഴ്സ് എന്ന് വെച്ചാൽ ഈ ലാലേട്ടനൊക്കെ പറയുന്ന പോലെ മേക്ക് ബിലീഫ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അതിവിടെ ഉണ്ടായിട്ടില്ല. ആക്ച്വലി ഒരു ആൾക്കാർക്ക് കാണുമ്പോൾ തോന്നണം, ഈ ക്യാരക്ടേഴ്സിൻ്റെ ഇമോഷൻസ് ഓഡിയൻസ് വരെ കണക്റ്റഡ് ആവണം, ആ ഒരു സംഭവം നടന്നിട്ടില്ല. എന്തായാലും ഫസ്റ്റ് ഷോയ്ക്ക് വരാത്തത് ഭാഗ്യമായി. കാരണം ഫസ്റ്റ് ഷോയ്ക്ക് വന്നിരുന്നെങ്കിൽ ഫാൻസിനോട് ഭയങ്കര എക്സ്പെക്ടേഷൻ വന്ന് ഇതിനെക്കാട്ടിലും നിരാശയുണ്ടായേനെ. ഇതുപോലത്തെ ഒരു ഇനിയെങ്കിലും ഇവർക്ക് ഇങ്ങനെ പ്രൊമോഷൻ കൊടുക്കാതിരിക്കട്ടെ, അത്രേ പറയാനുള്ളൂ. പടം കുഴപ്പമില്ലെന്നേ ഉള്ളൂ, കണ്ടിരിക്കാം, വൺ ടൈം വാച്ചബിളാണ്. ഒരു എബോവ് ആവറേജ് ഫ്ലിക്ക്. ക്ലൈമാക്സിലോട്ട് വരുമ്പോൾ ഉള്ള ഒരു ഹൈപ്പൊന്നും സിനിമയിൽ ഉടനീളം ഇല്ല. പിന്നെ സിനിമയിൽ ആ മ്യൂസിക്കിൻ്റെ ആ ഒരു മ്യൂസിക്കാണ് സിനിമ കൊണ്ടുപോകുന്നത്, പക്ഷേ മ്യൂസിക്കിന് മാച്ചിങ് ആയിട്ടുള്ള വിഷ്വലും സ്റ്റോറി ടെല്ലിങ്ങും ഇല്ല, കഥയില്ല. കഥ എന്ന് നമ്മൾ കണ്ടുവന്ന ക്ലീശ കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ചുമ്മാ കണ്ടിരിക്കാമെങ്കിൽ മാത്രം അന്നാണ്.